ശ്രീ സജി മഞ്ഞക്കടമ്പൻ നോക്കൂ, യു ഡി എഫ് നമ്മൾ കണ്ടിരുന്നത് കെട്ടുറപ്പോടുകൂടി പോകുന്ന ഒരു മുന്നണിയാണ് എങ്കിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വഷളായി വരുന്നുണ്ടോ? ഇപ്പോൾ പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്കുണ്ടായി. ഇന്നലെ PMA സലാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുസ്ലിം ലീഗിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, UDFിൻ്റെ ആകെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രചോദനമാകും ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുകയാണ്. ഇന്നലത്തെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കെ സുധാകരൻ്റെ പരാമർശം, അതുകൊണ്ടാണ് നേരത്തെ VPP മുസ്തഫ മൈ ഡിയർ എന്നൊക്കെ എന്നെ വിളിച്ചത്. നോക്കൂ, ഇത് VPP മുസ്തഫ മാത്രമല്ല, ഇനിയുള്ള പൊതുയോഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമായിരിക്കും VPP മുസ്തഫയുടെ പാർട്ടിയുടെ. ഇത് വലിയ നിലയിലൊരു അങ്കലാപ്പ് മുന്നണിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? ഞങ്ങൾക്കൊരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നില്ല. UDFിനെ സംബന്ധിച്ച് എക്കാലവും നമുക്കൊരു സീറ്റ് വിഭജനം സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനി സീറ്റ് വിഭജനം അല്പം താമസിച്ചാലും ഞങ്ങളുടെ ആ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിയുമ്പോൾ UDF ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും. UDF വിജയിക്കും. നമ്മുടെ 19 സീറ്റിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വിജയിച്ചതെങ്കിൽ ഇത്തവണ 20 സീറ്റിലും വിജയിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗവൺമെൻറ്റിനുള്ള അത്രയേറെ എതിർപ്പുണ്ട്. പിന്നെ ഇവിടെ സുധാകരൻ്റെ പരാമർശത്തെക്കുറിച്ചൊന്നും ഓർത്ത് ഇവിടുത്തെ CPM പാർട്ടി വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ പൊതുസമൂഹമൊക്കെ കേട്ടിട്ടില്ല, ഇതിനേക്കാൾ എത്രയോ നികൃഷ്ടമായ, എത്രയോ മോശമായ തരം താഴ്ന്ന വാക്കുകൾ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സുധാകരൻ്റെ സുധാകരനും സതീശനും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു അന്തരവുമില്ല, അത്തരത്തിലൊരു സംസാരമല്ല നടന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ MM മണി എന്ത് തെറി വിളിച്ചാലും നാട്ടുഭാഷ എന്നാണ് പറയുന്നത്. അപ്പം നാട്ടുഭാഷയാണെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി, വേറെ വലിയ കഥയൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ DYFIയുടെ നേതാക്കന്മാർ, SFIയുടെ നേതാക്കന്മാരൊക്കെ എത്രയോ മോശമായി ആളുകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് വെട്ടും കാല് വെട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന അല്ലെങ്കിൽ MM മണിയോ തന്നെ വിളിക്കുന്നത് പോലെയാണോ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ കുറിച്ചുള്ള പരാമർശം ഈ വിധത്തിൽ നടത്തുന്നത്? ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ പിണറായി വിജയന് വേണ്ടി കാത്തിരിക്കുന്ന MV ഗോവിന്ദ മാസ്റ്റർ പിണറായി വിജയൻ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഈ പദപ്രയോഗമാണ് ഉപയോഗിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ ഞാൻ പറഞ്ഞല്ലോ, നികേഷ് കുമാർ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കണ്ടതാ. അദ്ദേഹം വന്ന് നേരത്തെ ഇരുന്നു, എന്ത് ഇയാൾ എവിടെ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് ചോദിച്ചു. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ V സതീശന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠ അനുജന്മാർ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചത്. അതിനകത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല, ഇവിടെ ആരും വിഷമിക്കേണ്ട. അവിടെ സുധാകരനും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കുഴപ്പമില്ല.